അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇന്നമാ യതസഫഹും ഇൻദ മവാഖീതിസ്സലാ. പള്ളിയിൽ നമസ്കരിക്കാൻ പോകുന്ന സഹോദരാ, 5 നേര നമസ്കാരത്തിന്റെ സമയമാകുമ്പോ ആ പള്ളിയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് മലക്കുൽ മൗത്ത് നിന്നെ മുസാഫഹത്ത് ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്നവർ ആ നമസ്കാരക്കാരെ സ്വീകരിക്കുന്നത് മലക്കുൽ മൗത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. നമസ്കരിക്കാത്ത സഹോദര, നമസ്കാരമില്ലാത്ത സഹോദര, പരിശുദ്ധമായ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് പുണ്യമായ ബാങ്കിന്റെ മധുരമായ മൊഴി കേൾക്കുമ്പോ കേവലം അലംഭാവത്തോടെ അലസതയോടെ കളിച്ചും ചിരിച്ചും ജംഗ്ഷനിലും റോഡിലും കഴിയുന്ന സഹോദര, ആ വിളിക്ക് നീ ഉത്തരം നൽകിയില്ല എങ്കിൽ മലക്കുൽ മൗത്ത് നിന്നെ കൈപിടിക്കുന്നത് മൃദുലമായിട്ടല്ല, ചിരിച്ചുകൊണ്ടല്ല. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അൻസാരി സ്വഹാബിയിൽപ്പെട്ട ഒരു വ്യക്തിയുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുൽ മൗത്ത് വന്ന് അദ്ദേഹത്തിന്റെ തലഭാഗത്ത് നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു മുഹമ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇത് കാണാം. സമിഅതു അബി യഖൂൽ, അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഉപ്പ പറഞ്ഞത് ഞാൻ കേട്ടു. റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കൽ മൗത്ത് ഇൻദ റഅസി റജുലിൻ മിനൽ അൻസാർ. അൻസാരി സമൂഹത്തിൽപ്പെട്ട ഒരു സ്വഹാബിയുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുൽ മൗത്ത് അദ്ദേഹത്തിന്റെ തലയുടെ ഭാഗത്ത് വന്ന് നിൽക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ നഗ്ന നേത്രം കൊണ്ട് കാണുകയാ. ബഹുമാനപ്പെട്ട നബി തങ്ങൾ മലക്കുൽ മൗത്തിനോട് പറയുകയാണ്, ഓർക്കൂ യുവാവേ, സ്വീകരിക്കൂ യുവാവേ, കേൾക്കൂ യുവാവേ, ക്രിക്കറ്റ് താരങ്ങളെയും സിനിമാ താരങ്ങളെയും സീരിയൽ നടീനടന്മാരെയും ഫുട്ബോൾ താരങ്ങളെയും ഹൃദയത്തിലേറ്റിക്കൊണ്ട് നടക്കുന്ന എൻ്റെ യുവാക്കളെ, യുവതികളെ ഒന്നോർക്കണമേ. ലോകത്തിൻ്റെ ചക്രവാളമാണ് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ. ആ ഹബീബായ തങ്ങൾ ആ സ്വഹാബിയുടെ റൂഹ് പിടിക്കാൻ കൊതിച്ചു നിൽക്കുന്ന മലക്കുൽ മൗത്തിനെ നോക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യാ മലക്കൽ മൗത്ത്. വളരെ ശകാരത്തോടെ മലക്കുൽ മൗത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, യാ മലക്കൽ മൗത്ത്, ഓ മലക്കുൽ മൗത്തേ, ഉർഫുഖ് ബിസാഹിബി ഫഇന്നഹു മുഅ്മിൻ. ആ കിടക്കുന്നത് എൻ്റെ സഹോദരനാണ്, അവൻ എൻ്റെ അനുയായിയാണ്, അവനോട് നീ മയം കാട്ടണമേ, അവനെ നീ വേദനിപ്പിക്കരുതേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹ് പിടിക്കാൻ വന്ന മലക്കുൽ മൗത്തിനോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ശകാരം. എൻ്റെ സുഹൃത്താണത്, എൻ്റെ സുഹൃത്തിനെ നീ പിടിക്കുന്നത് സൂക്ഷിച്ചു വേണം, അവൻ വിശ്വാസിയാണ്, അവൻ മുഅ്മിനാണ്. ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് പറയുകയാണ്, വല്ലാഹി യാ മുഹമ്മദ് തിബ് നഫ്സാ വഖുർ ഐനാ ഫഇന്നി ബികുല്ലി മുഅ്മിനിൻ റഫീഖ്. അങ്ങ് സന്തോഷിക്കണം, അങ്ങയുടെ കണ്ണ് കുളിർമയുള്ളതാകട്ടെ. വിശ്വാസികളുടെ റൂഹ് ഞാൻ പിടിക്കുന്നത് മയത്തോടെയായിരിക്കും, സമാധാനത്തോടെയായിരിക്കും, അവരെ സന്തോഷിപ്പിച്ചുകൊണ്ടേ ഞാൻ പിടിക്കുകയുള്ളൂ മുഹമ്മദേ. പക്ഷേ ഓർത്തുകൊള്ളണം, വാഇലം, അറിയണം ഹബീബേ, അവിടുത്തെ സമൂഹത്തോട് വിളിച്ചോദണം ഹബീബേ, അന്നമാ ഫിൽ അർളി ബൈതു മദരിൻ വലാ ശഅരിൻ
ഫീ ബർരിൻ വലാ ബഹരിൻ ഇല്ലാ വഅന അതസഫഹും ഫീ കുല്ലി യൗമിൻ 5 മർറാത്ത്. ഓർക്കൂ ഹബീബേ, അവിടുത്തെ സമുദായത്തോട് പറയണമേ, മരണത്തെ മതിമറന്ന് ജീവിക്കുന്ന മനുഷ്യ, കോൺക്രീറ്റ് സൗധത്തിൽ കഴിയുന്ന മനുഷ്യ, കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന സഹോദര, അവരോട് ഒന്ന് പറയാൻ മലക്കുൽ മൗത്ത് നബിതങ്ങളോട് പറയുകയാണ്. അവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം, അവരെ ഒന്ന് അവരെ ഒന്ന് തെര്യപ്പെടുത്തണം, അവരെ ഒന്ന് അറിയിക്കണം. ഞാൻ എല്ലാ ദിവസവും 5 പ്രാവശ്യം അവരുടെ കൈക്ക് പിടിച്ച് മരണത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കാറുണ്ടെന്ന കാര്യം അവിടുത്തെ സമുദായത്തോടൊന്ന് പറയണമേ ഹബീബേ. وإني أعرف بصغيرهم وكبيرهم. അവിടുത്തെ സമുദായത്തിലെ ഓരോ പൊടിക്കുഞ്ഞിനെയും, അവിടുത്തെ കുഞ്ഞുമക്കളെയും, അവിടുത്തെ ബലമുള്ളവരെയും, അവിടുത്തെ ശക്തന്മാരെയും, അവിടുത്തെ മല്ലന്മാരെയും, അവിടുത്തെ വൃദ്ധകളെയും വൃദ്ധന്മാരെയും ബലഹീനരെയും എല്ലാം എനിക്കറിയാം. അവരെ ഞാൻ മുസാഫഹത്ത് ചെയ്യുന്നുണ്ടെന്ന കാര്യം അവരെ ഒന്നറിയിക്കണമേ. അല്ലാഹുവിന്റെ റസൂലിനോട് മലക്കുൽ മൗത്ത് പറയുകയാണ്. ശേഷം മലക്കുൽ മൗത്തിന്റെ അവസ്ഥയെ കുറിച്ച് നബി തങ്ങളെ വിവരിക്കുകയാണ്. ഇന്നമാ യതസഫഹും ഇൻദ മവാഖീതിസ് സ്വലാഹ്. നമസ്കാരത്തിന്റെ സമയമെത്തുമ്പോ മലക്കുൽ മൗത്ത് നിന്റെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്യുമത്രേ. ഫഇദാ ഹളറഹും ഇൻദൽ മൗത്ത്. ഓർക്കൂ സഹോദര, നമസ്കാരമില്ലാത്ത സഹോദര, ബാങ്ക് വിളി കേൾക്കുമ്പോ പള്ളിയുമായി ബന്ധമില്ലാത്തവരെ, നമസ്കാരം അലസതയോടെ തള്ളിക്കളയുന്നവരെ, മലക്കുൽ മൗത്ത് വരുമ്പോൾ ആ മലക്കുൽ മൗത്തിന്റെ അവസ്ഥ എന്തെന്ന് നിങ്ങളുടെ മുന്നിൽ മലക്കുൽ മൗത്ത് തന്നെ വിവരിച്ചു തരികയാണ്. ഫഇദാ ഹളറഹും ഇൻദൽ മൗത്ത്. ഒരു വിശ്വാസിയായ സഹോദരൻ, നമസ്കാരക്കാരനായ സഹോദരൻ, ദാനധർമ്മങ്ങൾ ചെയ്ത സഹോദരൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത സഹോദരൻ, നോമ്പെടുത്ത സഹോദരൻ, ഹജ്ജ് ചെയ്ത സഹോദരൻ, ഒരുപാട് നന്മകൾക്ക് സാക്ഷ്യം വഹിച്ച സഹോദരൻ, അവൻ മരണത്തോട് മല്ലടിക്കാൻ കിടക്കുമ്പോൾ അവന്റെ അരികിലേക്ക് ഞാൻ ഓടിയെത്തുമത്രേ. ഫൈൻ കാന മിമ്മൻ യുഹാഫിളു അലസ്സലാഹ്. ആ മരിക്കാൻ കിടക്കുന്ന വ്യക്തി നമസ്കാരക്കാരനാണെങ്കിൽ, നമസ്കാരമുള്ള പെണ്ണാണെങ്കിൽ, മലക്കുൽ മൗത്ത് ചിരിച്ച് സുസ്മേരവദനായി വന്നുകൊണ്ട് ലഖനഹു, മലക്കുൽ മൗത്ത് കലിമ ചൊല്ലിക്കൊടുക്കുമത്രേ. ആർക്കും ഓർക്കണം, എന്റെ സുഹൃത്തെ ചിന്തിക്കണം, എന്റെ സുഹൃത്തെ ചിന്തിക്കണം. പള്ളി കാലിയാണ്. ഒരുപാട് പള്ളികൾ കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമായ നാട്, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലേക്ക് കടന്നു വന്നാൽ പള്ളിക്ക് പഞ്ഞമില്ല, പക്ഷേ നമസ്കാരക്കാരെ കൊണ്ട് പഞ്ഞമാണ്. യുവാക്കള് ബാങ്ക് വിളിക്കുമ്പോ ഇവിടെ റോഡിൽ ചർച്ചയാണ്. അവൻ നാളെ മരിക്കും എന്ന ചിന്തയില്ലയോ? മരിക്കും എന്ന ചിന്തയില്ലയോ? മലക്കുൽ മൗത്ത് കടന്നു വരുന്നു. ഫൈൻ കാന മിമ്മൻ യുഹാഫിളു അലസ്സലാഹ്. നമസ്കാരം നിലനിർത്തിയ ഒരു വ്യക്തിയുടെ റൂഹ് പിടിക്കാനാണ് മലക്കുൽ മൗത്ത് വന്നതെങ്കിൽ ലഖനഹു മലക്കുൽ മൗത്ത്. മലക്കുൽ മൗത്ത് അവനോട് പറഞ്ഞു കൊടുക്കുമത്രേ, ചൊല്ലൂ സഹോദരാ, ലാ ഇലാഹ മലക്കുൽ മൗത്ത് ചൊല്ലിക്കൊടുക്കുമത്രേ. അല്ലാഹുവേ, ആ ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നസീബാക്കണമേ. നമ്മൾ മയ്യത്തിന്റെ, നമ്മുടെ ഉപ്പയുടെ, ഉമ്മയുടെ, സഹോദരന്റെ, സഹോദരിയുടെ, ഭാര്യയുടെ, ഭർത്താവിന്റെ അടുത്തിരുന്ന് നമ്മൾ കലിമ ചൊല്ലാം, നമ്മൾ ഖുർആൻ പാരായണം നടത്താം. പക്ഷേ നാം അത് ചൊല്ലണമെങ്കിൽ അള്ളാന്റെ തീരുമാനം നമുക്ക് ഉണ്ടായേ മതിയാവൂ.